ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പനീർ ബട്ടർ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി. ഇത് ചൈന ഉള്ളിയാണ്, വലിയ ഉള്ളിയാണ്. നിങ്ങൾ എടുക്കുവാണെങ്കിൽ 6 വെളുത്തുള്ളി എടുക്കണം. 200 ഗ്രാം പനീർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പനീർ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. 1 ലിറ്റർ പാലിനകത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇളക്കി കൊടുക്കുമ്പോൾ പിരിഞ്ഞ ആ ബാറ്റർ നമ്മൾ തുണിക്കകത്ത് ടൈറ്റാക്കി ഒരു 2 മണിക്കൂർ വെച്ചാൽ നമുക്ക് ഇതുപോലെ കട്ടിയായിട്ടുള്ള പനീർ കിട്ടും. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. 50 ഗ്രാം കശുവണ്ടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവോള നമുക്ക് ആദ്യം മുറിച്ചെടുക്കാം. ഇങ്ങനെ ക്യൂബായിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇത് തീർത്തും ചെറുതായിട്ടൊന്നും അരിയണ്ട, ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ച് മാറ്റി വെക്കണം. ഒരു വലിയ സവോള മതിയേ. 200 ഗ്രാം പനീറല്ലേ എടുത്തിട്ടുള്ളൂ, അതിനൊരു വലിയ സവോളയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇത്രയും അരിഞ്ഞ് മാറ്റി വെച്ച് ഇനി നമുക്ക് ഈ ഇഞ്ചിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഒരു കഷ്ണം ചെറിയ ഇഞ്ചി മതി. ഏകദേശം കണക്ക് കണ്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ മസാലയ്ക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വേണ്ടിയതാണ്. ഇത്രയും മതിയാവും. ഇനി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ 3 ചുള വെളുത്തുള്ളി മതി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ഉള്ളിയല്ലേ കിട്ടുന്നത്, അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുക്കണം. ഇതും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതിനുശേഷം ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലുതായിട്ട് വലിയ ഷേപ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്യുന്നത്. പച്ചമുളകും ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യത്തെ സ്റ്റെപ്പിലേക്കുള്ളതെല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാവേ. ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ 20 ഗ്രാമിൻ്റെ വെച്ചുള്ള ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 40 ഗ്രാം ബട്ടർ കാണും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റണം. ഈ സവോള ഇട്ട് കൊടുക്കും. ഈ സവോള നമുക്ക് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമുക്ക് തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞത് ചേർത്താൽ മതി. സവോളയ്ക്കല്ല ഇത്തിരി വഴറ്റാൻ കൂടുതലുള്ളത്. ഇപ്പം സവോള ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചിതെല്ലാം കൂടെ വഴറ്റിയെടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് നല്ല ഒരു ഗോൾഡൻ കളറാവണ്ട, ഒരുമാതിരി നല്ല ഒരു മൂത്ത് വരുന്ന ഭാഗം വരെ വഴറ്റിയെടുക്കാം. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ചേർത്തുണ്ടാക്കാം. പക്ഷേ ഈ പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടറിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ബട്ടറില്ലെങ്കിൽ നെയ്യാണേലും ചേർത്താൽ മതി. എല്ലാ സാധനവും തക്കാളി ഒഴിച്ചുള്ളത് ഇട്ടൊന്നും ചിളക്കിയാൽ മതി. കാരണം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. തക്കാളി ഞാനിവിടെ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ സവോള നല്ല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർക്കാവേ. സവോളയുടെ കളറെല്ലാം മാറി ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിലായിട്ടുണ്ട്. ഇതേ കളറാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ടൊമാറ്റോയുടെയൊക്കെ ഫ്ലേവറാണ് വേണ്ടി നിൽക്കേണ്ടത്. ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു തക്കോലം, 2 ഏലയ്ക്ക, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത്രയും ഇതിലേക്ക് ചേർത്ത് ഈ തക്കാളി വഴലുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം.
ഇതെല്ലാം ഒന്നിച്ചിട്ട് അരച്ചെടുക്കാനുള്ള ചേരുവകളാണ്. ഇത് ബട്ടറിൽ കിടന്ന് ഇപ്പോൾ അത് മൂത്തോളൂ. 1/4 സ്പൂൺ പെരുംജീരകവും കൂടി എടുത്തിട്ടുണ്ട്, വലിയ ജീരകമാണ്. അതും ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. ഇപ്പം നമ്മുടെ കൂട്ട് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി ആറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട് ആറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഇല അരയ്ക്കുന്ന ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. മാക്സിമം വെള്ളമില്ലാതെ നോക്കണം. ഓൾറെഡി തക്കാളിക്കൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് ഇത് വേഗം അരഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ചേർത്ത് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കുറച്ച് വിതറി കൊടുത്താൽ മതി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് അരയ്ക്കാവുള്ളൂ, അല്ലെ അതിൻ്റെ ടേസ്റ്റ് മുമ്പിലേക്ക് വരുവേ. അതേ പാൻ തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ തന്നെ 2 ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് മെൽറ്റ് ആകണം. ഞാൻ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവയും മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ പനീർ ബട്ടറിന് നല്ലൊരു കളറായിരിക്കും. ഈ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. വേഗം തന്നെ ഇത് മൂക്കും കരിഞ്ഞു പോകരുത്. അതിനുശേഷം ഇത് കണ്ടോ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ അരച്ചിരിക്കുന്നതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് കണ്ടോ നമ്മുടെ മിശ്രിതത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളൂ. ഇച്ചിരി കൂടെ ലൂസായിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ പനീർ ഇതിലേക്ക് സോക്കായി പിടിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇളക്കാം. ഇത് തിള വന്നതിന് ശേഷം നമുക്ക് പനീർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇത് ലാസ്റ്റ് ചേർക്കാനുള്ള ഒരു ചേരുവ കൂടിയുണ്ട്. കസ്തൂരിമേട്ടിയാണിത്. കസ്തൂരിമേട്ടി പൗഡറായിട്ടും കിട്ടും, കസ്തൂരിമേട്ടി ഇലയായിട്ടും കിട്ടും ഉണക്കിയത് മേടിക്കാൻ. എൻ്റെ ഈ പൗഡറായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നല്ല ഒന്നുകൂടെ തിരുമിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പനീർ ബട്ടറിന് നല്ല ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്ന ഈ കസ്തൂരിമേട്ടിയാണ്. ഇപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പനീർ ഇട്ട് കൊടുക്കണം. പനീർ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പില്ലാത്ത പനീർ നോക്കി വേണം മേടിക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുത്തേച്ചാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ആ പനീറിൻ്റെ പാലിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും ഒന്ന് മാറാൻ വേണ്ടി ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർക്കാവേ. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് വേവേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന പനീറിന്. മേടിക്കുന്നതൊക്കെയാണ് ഒരു 7 മിനിറ്റൊക്കെ ആകും വെന്ത് കിട്ടാൻ. അങ്ങനെ പനീറെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് പനീർ ബട്ടർ മസാല റെഡിയാവും. ലാസ്റ്റ് തുറന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ അരിച്ചു കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ അരച്ചത്, ഈ കാഷ്യൂ ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിലും മതി, രണ്ടിനും ഒരേ ടേസ്റ്റാണ്. കാഷ്യൂ ആണെങ്കിൽ കെമിക്കലില്ല, ഫ്രഷ് ക്രീമിലൊക്കെ കെമിക്കലായിരിക്കും കൂടുതലും. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഓഫാക്കാം. പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈ ക്രീമും കാഷ്യൂ ഒക്കെ ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.
വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. അത് അമർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ.